അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവാണ്. അടുത്ത നെക്സ്റ്റ് കല്യാണത്തിൻ്റെ അപ്പം ഗൈസ് നമുക്കൊരു ഫ്രെയിമും കൂടെ കൊടുത്തിട്ട് വന്നു കേട്ടോ കല്യാണത്തിന് പോകാൻ. അങ്ങനെ ഫ്രെയിമൊക്കെ കൊടുത്ത് നേരെ കല്യാണത്തിന് വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ കല്യാണ സ്ഥലത്തെത്തി. കുറേ നേരം ഇങ്ങനെ നോക്കി എൻ്റെ ഫ്രണ്ടിനെയൊക്കെ. ഗൈസ് അപ്പോൾ നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കല്യാണത്തിനെത്തി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളപ്പം നമ്മുടെ വേറൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പക്ഷേ എനിക്കിവിടെ ആരെയും അറിയത്തില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെയും വിളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അവളുമായിട്ട് കമ്പനി അടിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ കമ്പനി ആയിട്ട് കല്യാണത്തിൽ വിളിച്ചിട്ടോ. അതുകൊണ്ട് എനിക്കിവിടെ ആരെയും അങ്ങനെ അറിയത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും കല്യാണത്തിന് കൂടെ ബാക്കി വിശേഷം പുറകെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് അയക്കാം കേട്ടോ. അങ്ങനെ ഈസ്റ്റർ നമ്മുടെ ചെറുക്കനും പെണ്ണും ഇപ്പോൾ ഇറങ്ങും. എന്തായാലും കല്യാണം അടിപൊളിയായിരുന്നു. ഫുഡിൻ്റെ എൻഡിലൊക്കെ നമ്മൾ കഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ചേച്ചി എത്തി. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ റെഡ് കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അടുത്തൊക്കെ കയറി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള പള്ളിയാണ്, പക്ഷേ ഫസ്റ്റ് ടൈം ഇതിനകത്ത് കയറുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇവളും ഞാനും കൂടെ കേട്ടോ വന്നേ. അങ്ങനെ അവിടെ നിൽക്കുന്ന അവനും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തൊക്കെ കയറി. പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി തെണ്ടി തിരിഞ്ഞ് അവരെന്തോ കഥയൊക്കെ പറയുന്നു. ഞാനിങ്ങനെ പിന്നെ ചാപ്പലിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സെറ്റായി. അപ്പോൾ നമ്മൾ പോസ്റ്റ് അടിച്ച് വണ്ടടിച്ചിരിക്കുകയാണ്. 10:30 ആയപ്പോൾ വന്നേ കേട്ടോ. ഇതുവരെ ഫുഡ് കിട്ടിയില്ല, നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ 2 ജ്യൂസും സമൂസ ഒക്കെ ഉണ്ട് സംഭവമുണ്ട്, അതെല്ലാം കഴിച്ചു. കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അവർ ഫ്രണ്ടിൽ പോയി, ഞാൻ പുറകിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് പോയായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ താഴത്തെ ഹോളിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. ചുമന്ന കാരണം ഇടിക്കാൻ വന്നു. അങ്ങനെ സാഹസ്യമായി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ നടന്ന് ഫുഡ് കഴിക്കുന്നിടത്തോട്ട് എത്തുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാം. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ കിട്ടിയത്. എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഹോളിലൊക്കെ എത്തി. ഭയങ്കര DJ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ ചെക്കൻ്റെ പെണ്ണിൻ്റെ എൻട്രി ആയിരുന്നു. അവർ വന്നു. അവർക്ക് എന്തൊക്കെയോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ വായൊക്കെ പൊളിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ചെക്കനും പെണ്ണും പോയി. പിന്നെ അവർ കേക്ക് കട്ടിങ്ങും കുറേ പരിപാടി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ആ റെഡ് ഇട്ടാട്ടോ എൻ്റെ ഫ്രണ്ട്, അവൾ ഞങ്ങളെ അവിടെ നിന്ന് കോക്കാമ്പിച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അവർ സെറ്റായി. എന്നിട്ട് നമ്മൾ ഫുഡിൻ്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ആയി. എൻ്റെ ആദ്യം നമ്മൾ പാലപ്പം ചിക്കൻ കറിയും കേട്ടോ കഴിച്ചത്. പിന്നെ ചോറുണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിപ്പൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഇപ്പം കേട്ടോ അവസാനത്തെ വീഡിയോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവസാനത്തെ ഒടുവിലത്തേക്കാണ് എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം പുറകെ അടുത്ത വീഡിയോ ഒക്കെ എത്തുന്നതായിരിക്കും. അപ്പം ബൈ.